കൊല്ലം എം പി NK പ്രേമചന്ദ്രൻ BJP-യിലേക്ക് പോകുമോ? അല്ല, ഇപ്പം എന്താ ഇങ്ങനൊരു ചോദ്യം എന്നുണ്ടായേക്കാം. അത് കാര്യം കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം കഴിഞ്ഞിട്ട് NK പ്രേമചന്ദ്രനും പ്രധാനമന്ത്രിയും പ്രിയങ്കയും മറ്റു പലരും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ലോക്സഭയിലെ നേതാക്കൾക്ക് നടത്തിയ ഒരു ചായ സൽക്കാരം. ആ ചായ സൽക്കാരത്തിൽ വെച്ച് നരേന്ദ്രമോദി NK പ്രേമചന്ദ്രനെ പുകഴ്ത്തി സംസാരിച്ചു. പ്രേമചന്ദ്രൻ നന്നായി ഹോംവർക്ക് ചെയ്തു വരുന്ന ആളാണ്. ഒരു ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അതിനെക്കുറിച്ച് നന്നായി ഹോംവർക്ക് ചെയ്യും, നന്നായി അത് അവതരിപ്പിക്കും. പാർലമെൻറ്റ് നടപടികളിൽ മികച്ച ഇടപെടൽ നടത്തുന്ന ആൾ കൂടിയാണ് NK പ്രേമചന്ദ്രൻ. ശരിയാണ്, ഈ EPF പെൻഷൻകാരുടെ കാര്യത്തിനകത്ത് അത് സാധാരണ ആർക്കും തന്നെ മനസ്സിലാകാത്ത കാര്യമാണ്. EPF-ൻ്റെ പെൻഷൻ എങ്ങനെ കാര്യങ്ങളൊക്കെ, അതിനകത്ത് കാര്യങ്ങൾ കൃത്യമായി പഠിച്ചത് NK പ്രേമചന്ദ്രൻ മാത്രമേ ഉള്ളൂ. ഈ കോൺഗ്രസിനകത്തെ ഒരുത്തരും അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. EPF പാർലമെൻറ്റിലൊക്കെ സജീവമായി ചർച്ച ചെയ്ത കാര്യമാണ്. മിനിമം പെൻഷൻ എത്രയാക്കണം എന്നുള്ള കാര്യത്തിൽ ബാക്കി കോൺഗ്രസ്സുകാർക്ക് ഇതിനെക്കുറിച്ച് ഒരു പുണ്ണാക്കും അറിയത്തില്ല എന്നുള്ളതാണ്. പഠിക്കാനൊട്ട് താല്പര്യവും കാണിക്കുന്നില്ല. നരേന്ദ്രമോദി NK പ്രേമചന്ദ്രനെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞ ഉടൻ പ്രിയങ്കയോ അവിടെ ഉണ്ടായിരുന്നല്ലോ, ചായ കുടിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് പറഞ്ഞു കയറി തങ്ങൾക്ക് മാതൃകയാണ്. പ്രേമചന്ദ്രനെ മാതൃകയാക്കിയിരുന്നുവെങ്കിൽ എന്ന് ആ ചെക്കനും രക്ഷപ്പെടാമായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ സഭയിലില്ല, പാർലമെൻറ്റിലേക്കാണ് തന്നെ തെരഞ്ഞെടുത്ത് വിട്ടതെന്ന് പോലും ഒരു ബോധമില്ലാതെ നടക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. അഹമ്മദ് പട്ടേലിൻ്റെ മകൻ വരെ പറഞ്ഞില്ലേ ഈ ഇടയ്ക്ക് ഈ കുടുംബവാഴ്ച അവസാനിപ്പിക്കണമെന്ന്, രാഹുൽ ഗാന്ധിയൊക്കെ മാറി നിൽക്കണമെന്ന്. ശശി തരൂർ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു? ശശി തരൂർ പറഞ്ഞത് തന്നെ എന്താണ്? ഈ രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയവും അറിയത്തില്ല, ചരിത്രവും അറിയത്തില്ല. ശരിയാണ്, എങ്ങനെ രാഷ്ട്രീയം അറിയാനാണ്? ആ ചെക്കൻ വിചാരിച്ചത് ഈ അപ്പൂപ്പൻ്റെ കാലം മുതലേ ഇങ്ങ് ഭരിച്ചുകൊണ്ട് വരികയല്ലേ ഇന്ത്യ മഹാരാജ്യം. അപ്പോൾ അവരുടെ കാലം കഴിയുമ്പോൾ ഇത് തനിക്കങ്ങ് രാജാവകാശം പോലെ അങ്ങ് കിട്ടും എന്ന് വിചാരിച്ച് നടന്നതാണ്. അങ്ങനെയാണ് 14-ലും 19-ലും എല്ലാം തോറ്റു തുന്നം പാടി പിന്നീട് തോക്കുന്ന സമയത്ത് ഉടൻ തന്നെ വിദേശത്തേക്ക് വണ്ടി കയറുകയും ചെയ്യും. ഇതായിരുന്നല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ NK പ്രേമചന്ദ്രന് ഒരു ബില്ലിനെ കുറിച്ച് പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട ബില്ല്, രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ട വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചപ്പോൾ പോലും സഭയിലില്ലായിരുന്നു എന്നുള്ളതാണ്. വയനാടിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ പോലും ഈ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുന്നില്ലല്ലോ. എന്നിട്ട് കഴിഞ്ഞ ദിവസം എന്താണ്, വയനാട്ടിൽ നിന്നുള്ള അലർജിക്ക് വയനാടൻ ഔഷധം നല്ലതാണ് എന്നാണ് പ്രധാനമന്ത്രിയോട് കയറി പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി ഉടൻ തന്നെ പറഞ്ഞു, അങ്ങനെയുള്ള ഔഷധ ഗുണങ്ങൾ ഉള്ള ഒരു പ്രദേശം തന്നെയാണ് വയനാട് എന്നാണ് പറഞ്ഞത്. ഈ പ്രിയങ്ക ഗാന്ധി ആയാലും രാഹുൽ ഗാന്ധി ഒരേ സമയം പാർലമെന്റിൽ ഇല്ലാതെ വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ ഇത് ഈ ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണ്ടേ, അതിന് തയ്യാറെടുക്കത്തില്ല. ഈ പഠിച്ചാലല്ലേ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. അതല്ലേ NK പ്രേമചന്ദ്രനെ നരേന്ദ്രമോദി പ്രശംസിച്ച് പറഞ്ഞത്. പ്രേമചന്ദ്രൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ പ്രധാനമന്ത്രി അതിരുന്ന് കേൾക്കും. പ്രധാനമന്ത്രി ഒന്നും എപ്പോഴും സഭയിൽ ഉണ്ടാകണമെന്നില്ല. പക്ഷെ പ്രേമചന്ദ്രൻ പ്രസംഗിക്കുന്ന സമയത്ത് നരേന്ദ്രമോദി അവിടെ ഉണ്ടാകും. പ്രേമചന്ദ്രന് 2014 മുതൽ കേരളത്തിൽ കഴിവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കൊല്ലം MP ആയി കഴിഞ്ഞപ്പോൾ കൊല്ലത്തിനുണ്ടായ നേട്ടങ്ങൾ നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലാണ്. 2014 പിന്നീട് 2019 14 നേടിയ ഭൂരിപക്ഷമാണോ 19 വന്നപ്പോൾ കണ്ടത്?
ഭൂരിപക്ഷം കുതിച്ച് കയറുകയാണ് ചെയ്തത്. 2024 വന്നപ്പോഴോ പ്രേമചന്ദ്രൻ വിജയം നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ്. അങ്ങനെ ഈ കൊല്ലത്തിന് വേണ്ടതായ കാര്യങ്ങൾ, ഈ കൊല്ലത്തിൻ്റെ കാര്യങ്ങളെല്ലാം പ്രേമചന്ദ്രനിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് കൊല്ലം ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിലും UDF ഒരു നോട്ടം. കാരണം പ്രേമചന്ദ്രൻ അത്രത്തോളം ജനകീയനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഗുണങ്ങൾ അദ്ദേഹത്തിലേക്ക്, അത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതല്ലേ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി നേരത്തെ ഒരിക്കൽ ഇതുപോലെ പാർലമെന്റ് സെഷൻ സമയത്ത് പ്രേമചന്ദ്രനെ വിളിപ്പിച്ചു. ഓഫീസിലെത്തി കാണുന്നു, ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ക്യാൻറ്റീനിൽ വിളിച്ചു കൊണ്ടുപോകുന്നു. ചായയും കുടിച്ച് മറ്റേതോ 1-2 MP കൂടി ഉണ്ടായിരുന്നു, ഇരുന്ന് വർത്തമാനം പറയുകയും ചെയ്തു. അന്ന് ഇവിടുത്തെ CPMകാർക്കൊക്കെ ഹാലിളകി. കാരണം പ്രേമചന്ദ്രന് ഏതെങ്കിലും നേട്ടം വരുമ്പോൾ CPMകാർക്ക് സഹിക്കത്തില്ല. 2014 അവർ ഇറക്കി വിട്ടതാണ്. കൊല്ലം സീറ്റ് പിടിച്ചെടുക്കാൻ നോക്കിയതാണ്. CPM കൊടുക്കില്ല എന്നുള്ള ഒരു വാശിയോടുകൂടി ഇറങ്ങി വന്നപ്പോൾ UDF സീറ്റ് കൊടുത്തു പ്രേമചന്ദ്രന്. അങ്ങനെ അവിടെ നിന്ന് വിജയിച്ചു. കൊല്ലം പ്രേമചന്ദ്രന്റെ കസ്റ്റഡിയിൽ സുരക്ഷിതമായിട്ട് നിൽക്കുകയാണ്. അതിലെ 7 മണ്ഡലങ്ങളും നിയമസഭാ മണ്ഡലങ്ങളും കോൺഗ്രസിന് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതും കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ പ്രേമചന്ദ്രൻ മികച്ച പ്രകടനങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നു. കൊല്ലത്ത് ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പോലും പ്രധാനമന്ത്രി എത്തുന്നു. അതൊക്കെ പ്രേമചന്ദ്രനെ ഇവിടെ പലതരത്തിലും അവർ ദുർവാഖ്യാനം ചെയ്യുകയാണ് ചെയ്തത്. പ്രേമചന്ദ്രൻ BJPയിലേക്ക് പോകുന്നു, പ്രധാനമന്ത്രിയുമായിട്ട് ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുന്നു. പ്രധാനമന്ത്രി വിളിച്ചാൽ ഒരു MP ചെല്ലണ്ടേ അവിടെ? എന്തുകൊണ്ട് വിളിക്കുന്നു പ്രേമചന്ദ്രനെ വിളിച്ചത്? എന്തുകൊണ്ട് AA റഹീമിനെ വിളിച്ചില്ല? എന്തുകൊണ്ട് ജോൺ ബ്രിട്ടാസിനെ വിളിച്ചില്ല? അപ്പോൾ NK പ്രേമചന്ദ്രൻ എവിടെ നിൽക്കുന്നു? ഇപ്പോൾ നരേന്ദ്രമോദിയെയും BJPയെയും പ്രശംസിക്കുന്നു ശശി തരൂര്. പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റെങ്കിൽ പ്രശംസ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അവിടെ പറയേണ്ടതായ കാര്യങ്ങൾ, മോദി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുന്നു, വിളിച്ചു പറയുന്നു. അത് ചെയ്തത് ശരിയാണ്. അതുകൊണ്ടാണല്ലോ ശശി തരൂർ ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞല്ലോ, ഈ ഭരണപരമായ കാര്യങ്ങളിൽ മികച്ചത് എന്ന് തോന്നുമ്പോൾ അത് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കാത്തവരാണ് ഈ കോൺഗ്രസ്സുകാർ. അതാണ് നിങ്ങളുടെ പരാജയത്തിൻ്റെയും കാരണമെന്നാണ് ശശി തരൂർ കണ്ടെത്തിയിട്ടുള്ള കാര്യം. രാഷ്ട്രീയവും ചരിത്രവും അറിയാതെ നടക്കുന്ന രാഹുൽ ഗാന്ധി, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഭരണം എന്ന് പറയുന്നത് നമുക്കറിയാം, അവർ കുടുംബപരമായിട്ടുള്ളതാണ്. ഖാർഗെ വെച്ചിട്ടുണ്ടെങ്കിലും അത് അവരുടെ കുത്തകയായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ എന്തായാലും പ്രേമചന്ദ്രനെ ഇത്തരത്തിലുള്ള പുകഴ്ത്തൽ എന്ന് പറയുമ്പോൾ ഇല്ലാത്തത് പറയുകയല്ല, ഉള്ളത് തന്നെ അത് പരസ്യമായിട്ട് നരേന്ദ്രമോദി പറയുന്നു. തങ്ങൾ കോൺഗ്രസിലെ അവർ പ്രിയങ്ക പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മാതൃകയെന്നാണ്. അങ്ങനെ പരസ്യമായിട്ട് വീണ്ടും പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് പ്രേമചന്ദ്രൻ UDF വിട്ടിട്ട് BJPയിലേക്ക് പോകുമോ എന്ന് പലരും ആശങ്കപ്പെടുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.